ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. റിയൽമിയുടെ 11 Pro Plus എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് അൺബോക്സ് ചെയ്യുന്നത്. 200 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സൂപ്പർ സൂം ക്യാമറയാണ് ഇതിൽ വരുന്നത്. സാംസങ്ങിന്റെ പ്രോസസറാണ്. 4x ലോസ്ലെസ് സൂം ചെയ്യാൻ വേണ്ടി പറ്റും. 120 ഹെർട്സിന്റെ കർവ്ഡ് വിഷൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 6.7 ഇഞ്ചിന്റെ അമലോയിഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. HDR 10+ സർട്ടിഫിക്കേഷനും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 100 വാട്ടിന്റെ ചാർജിംഗും സപ്പോർട്ടഡ് ആണ്. 5000 mAh ആണ് ഇതിൽ ബാറ്ററി വരുന്നത്. Dimensity 7050യുടെ 5G സപ്പോർട്ടോട് കൂടിയിട്ടുള്ള പ്രോസസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. വാവ്, ഡിസൈൻ ഒരു രക്ഷയില്ല. കളേഴ്സ് നോക്കുകയാണെങ്കിൽ ആസ്ട്രൽ ബ്ലാക്ക്, സൺറൈസ് ബീജ്, ഒയാസിസ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 കളറിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. എന്റെ കയ്യിലിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. മിലൻസ് അർബൻ എസ്തറ്റിക് ഇൻസ്പയർഡ് ആയിട്ട് ഫോർമർ ഗൂച്ചി ഡിസൈനർ മാറ്റിയോ മൊനാറ്റോ റിയൽമി ഡിസൈൻ സ്റ്റുഡിയോയും കൂടിയാണ് ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈ ഫാഷൻ ടെക്സ്ചറാണ് ഈ ഒരു ഫോണിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വേഗൻ ലെതർ ആണ്. ഓന്റെ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 13 സപ്പോർട്ടോട് കൂടിയുള്ള റിയൽമി UI 4.0 ആണ് വരുന്നത്. സ്റ്റോറേജ് 512 GB ആണ്. 12 GB റാം ആണ് വരുന്നത്. 12 GB നമുക്ക് എക്സ്പാൻഡബിളും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം വരുന്ന ഈ ഒരു ഫോണിൽ ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സൽ ആണ്. NFC സപ്പോർട്ടും കൂടെ നമുക്ക് ഈ ഒരു ഫോണിലുണ്ട്. എന്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വേർഷൻ ആണ്. ഫോണിന്റെ പ്രൈസ് വരുന്നത് 1399 AED ആണ്. ഈ ഒരു ഫോൺ ഇപ്പോൾ ആമസോണിലും നോണിലും അവൈലബിൾ ആണ്.